ഹലോ എവരിവൺ, ദിസ് ഇസ് മീ ഗോകുൽ സുരേഷ്, യുവർ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ. സോ ഞാനിന്ന് പറയാൻ പോകുന്നത് റൂം റെൻറ്റ് എങ്ങനെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിംസിൽ ഡയറക്റ്റ്ലി അഫക്റ്റ് ആവുന്നതാണ്. ഒരു സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്ത വ്യക്തിക്ക് അതിൻ്റെ സം ഇൻഷുറിൻ്റെ 1% നമുക്ക് പെർ ഡേ റൂം റെൻറ്റ്, നഴ്സിംഗ് ചാർജ്, കൺസൾട്ടേഷൻ ആൻഡ് ബോർഡിങ് എക്സെട്ര ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അയാൾക്കൊരു നല്ലൊരു ഫെസിലിറ്റിയുള്ള ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മിക്കവാറും റൂമൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് 5,000 6,000 ഒക്കെ വെച്ചായിരിക്കും റൂം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇയാളുടെ ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 3,000 ആണ്. 3 ലാഖിൻ്റെ പോളിസി എടുത്ത ആൾക്ക് ലിമിറ്റ് 3,000 ആണ്. അതിൻ്റെ മേലെയാണ് ബാക്കിയുള്ള ഈ കൺസൾട്ടേഷൻ, ബോർഡിങ് ഒക്കെ ചാർജ് വന്നത്. അപ്പോൾ ഇയാൾ 5,000 6,000 റേറ്റൊക്കെ വന്നാൽ റൂം എടുത്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് റിഡക്ഷൻ സംഭവിക്കും. ഈ റിഡക്ഷൻ റൂം റെൻറ്റ് മാത്രമല്ല, പ്രൊപ്പോർഷനായിട്ട് ബാക്കിയുള്ള ബില്ലും കൂടി ഇയാൾക്ക് ഈ റിഡക്ഷൻ സംഭവിക്കും. ഇതിൻ്റെ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലെയിം സെറ്റിൽമെൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ഭയങ്കര ഒരു എമൗണ്ട് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും റിഡക്ഷൻ കാരണം. സോ ഐ ആം സജസ്റ്റിംഗ് യു ടു ടേക്ക് എ ബെറ്റർ പ്ലാൻ. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ റൂം റെൻറ്റ് ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പോളിസി ഉണ്ട്. നമുക്ക് എനി റൂം എടുക്കാനുള്ള പോളിസി വരെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ്. ഐ ആം സജസ്റ്റിംഗ് സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ ആൻഡ് സ്റ്റാർ ഹെൽത്ത് സ്മാർട്ട് പ്രോ. ഈ രണ്ട് പ്ലാൻസിൽ നമുക്ക് എനി റൂം കാറ്റഗറി വരെ എടുക്കാനുള്ള ഓപ്ഷൻ ഇവർ തന്നിട്ടുണ്ട്. നമുക്ക് ഒരു എക്സ്ട്രാ ചെറിയൊരു പ്രീമിയം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എനി റൂം കാറ്റഗറി വരെ എടുക്കാൻ പറ്റും. സോ ഈ രണ്ട് പ്ലാനിന് ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ എൻ്റെ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ 3-4 വർഷമായി ഹെൽത്ത് ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പല ക്ലയൻസും ഞാൻ ഈ പ്ലാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഹെൽത്ത് ഇൻഷുറൻസ് അതിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റിൽ അവർ വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഈ റൂം റെൻറ്റ് വിഷയം ഇതുവരെ വന്നിട്ടില്ല. സോ ടേക്ക് ദിസ് പ്ലാൻ ആൻഡ് ബി സേഫ്.